നമസ്കാരം. സുരേഷ് ഗോപി മത്സരിക്കുന്നതുകൊണ്ട് തന്നെ ഏറെ ശ്രദ്ധ പിടിച്ചു പറ്റുകയാണ് തൃശ്ശൂർ ലോക്സഭാ മണ്ഡലവും തൃശ്ശൂരും. ഇതിനെല്ലാം കടിഞ്ഞാൺ പിടിക്കുന്നത് തൃശ്ശൂർ ജില്ലാ കമ്മിറ്റിയുടെ പ്രസിഡന്റായിട്ടുള്ള കെ അനീഷ് കുമാറാണ് നമുക്കൊപ്പം ചേരുന്നത്. നമസ്കാരം. നമസ്കാരം. സുരേഷ് ഗോപിയോട് മത്സരിക്കുന്നതുകൊണ്ട് തന്നെ വലിയ ശ്രദ്ധയാണ്. കേരളത്തിൽ ആദ്യമായി ലോക്സഭയിലേക്ക് താമര വിരിയാൻ പോകുന്നത് തൃശ്ശൂരിൽ നിന്നാണ് എന്നൊരു ഫീല് കേരളത്തിലെമ്പാടും വന്നു. എതിർ പാർട്ടിക്കാർ പോലും ഒരുപക്ഷെ അത് പരസ്യമായി അംഗീകരിച്ചില്ലെങ്കിലും രഹസ്യമായി അങ്ങനെ ഒരു പേടിയും അംഗീകരിക്കുകയും ചെയ്തു. ഇങ്ങനെയായിരുന്നു നമ്മൾ ആ ഒരു സ്ട്രാറ്റജി ഉണ്ടാക്കിയെടുത്തത്. അല്ല, കഴിഞ്ഞ 2019 തെരഞ്ഞെടുപ്പിന് ശേഷം സുരേഷ് ഏട്ടൻ നിരന്തരമായിട്ട് തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടെങ്കിൽ പോലും നിരന്തരമായി അദ്ദേഹം തൃശ്ശൂർ തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിലെ എല്ലാ കാര്യങ്ങളിലും വളരെ സജീവമായിട്ട് അദ്ദേഹം പരാജയപ്പെട്ട ഒരു MP എന്നുള്ള നിലയിലല്ല, വിജയിച്ച MP കൂടുതൽ എല്ലാ വിഷയങ്ങളിലും വളരെ സജീവമായിട്ട് അദ്ദേഹം ഇവിടെ ഇടപഴകിയിട്ടുണ്ട്. അതിൻ്റെ ഒരു റിസൾട്ടാണ് സത്യത്തിൽ ഇപ്പോൾ അദ്ദേഹത്തിന് ഉണ്ടായിട്ടുള്ള അനുകൂലമായിട്ടുള്ള സാഹചര്യം. അദ്ദേഹം ഇടപെടാത്ത ഒരു വിഷയങ്ങളുമില്ല. ഇതിപ്പോൾ കൊറോണ കാലത്താണെങ്കിലും അദ്ദേഹം ആ സമയത്ത് നിരവധി സഹായങ്ങൾ തൃശ്ശൂർ ജില്ലയിലെ നിരവധി ആളുകൾക്ക് അദ്ദേഹം ചെയ്തു കൊടുത്തിട്ടുണ്ട്. അതുപോലെ ജനകീയമായിട്ടുള്ള എല്ലാ വിഷയങ്ങളും അദ്ദേഹം ഇടപെടാത്ത ഒരു വിഷയവും തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിലില്ല എന്ന് തന്നെ പറയാം. ഇപ്പോൾ കരുവന്നൂർ ഏറ്റവും അവസാനം നമുക്ക് കരുവന്നൂർ അറിയാം. കരുവന്നൂരിൽ അദ്ദേഹം നിരന്തരമായിട്ട് അവിടെ സഹകാരികൾ വഞ്ചിക്കപ്പെട്ട സമയത്ത് നിരന്തരം അവരുടെ വിഷയങ്ങളിൽ അദ്ദേഹം ഇടപെട്ടിട്ടുണ്ട്. അദ്ദേഹത്തെ കൊണ്ട് വ്യക്തിപരമായിട്ട് ചെയ്യാൻ കഴിയുന്ന സഹായങ്ങൾ അദ്ദേഹം ചെയ്തു കൊടുത്തിട്ടുണ്ട്. അതുപോലെ സമരരംഗത്ത് BJPക്ക് ശക്തമായിട്ട് കരുത്തേക്കിക്കൊണ്ട് അദ്ദേഹം സമരരംഗത്തുണ്ടായിട്ടുണ്ട് കരുവന്നൂർ ഇഷ്യൂ ഉണ്ടായ സമയത്ത്. അതുപോലെ തന്നെ ഇപ്പോൾ തീരദേശ മേഖലയിൽ നിരവധിയായിട്ടുള്ള വിഷയങ്ങളുണ്ട്. ആ വിഷയങ്ങളിലെല്ലാം അദ്ദേഹം സജീവമായിട്ട് ഇടപെട്ടിട്ടുണ്ട്. അതുപോലെ തൃശ്ശൂർ പൂരത്തെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ വരുന്ന സമയത്ത് ഇവിടെയുള്ള ദേവസ്വം ബോർഡുകൾ സമീപിക്കുന്ന ഇവിടുത്തെ MP അല്ലാതിരുന്നതോടുകൂടി സുരേഷ് ഏട്ടനെയാണ് സമീപിക്കുന്നത്. അദ്ദേഹമാണ് ഇപ്പോൾ കഴിഞ്ഞ 2 തവണയായിട്ടും തൃശ്ശൂർ പൂരത്തിന് വെടിക്കെട്ടിനുള്ള അനുമതി അദ്ദേഹം നേരിട്ട് ഇടപെട്ടിട്ടാണ് നേടിക്കൊടുത്തിട്ടുള്ളത്. അതുപോലെ തൃശ്ശൂരിൻ്റെ നഗരവികസനത്തെ സംബന്ധിക്കുന്ന തൃശ്ശൂർ മാർക്കറ്റിൻ്റെ വികസനത്തെ സംബന്ധിച്ച് അദ്ദേഹം തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞിരുന്നു, മാർക്കറ്റിൻ്റെ വികസനത്തിന് വേണ്ടി വിജയിച്ചാൽ ഞാൻ ചില കാര്യങ്ങൾ ചെയ്യാം എന്ന് അദ്ദേഹം ഉറപ്പ് കൊടുത്തിരുന്നു. പക്ഷെ പരാജയപ്പെട്ടിട്ടും അദ്ദേഹം തൃശ്ശൂർ മാർക്കറ്റിന് വേണ്ടിയിട്ട് അദ്ദേഹം 1 കോടി രൂപ തൃശ്ശൂർ മാർക്കറ്റിൻ്റെ വികസനത്തിന് വേണ്ടിയിട്ട് അദ്ദേഹം കൊടുത്തു. അപ്പോൾ അതിൻ്റെ വികസന പ്രവർത്തനങ്ങൾ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ വിജയിച്ച വ്യക്തി ഇതുവരെ കാര്യങ്ങളിലൊന്നും തന്നെ ശ്രദ്ധിച്ചിട്ടില്ല. അപ്പോൾ നിരന്തരമായ അദ്ദേഹത്തിൻ്റെ ഇടപെടലിൽ കൂടി അദ്ദേഹത്തിൻ്റെ ജനങ്ങൾക്കൊപ്പം നിന്നിട്ടുള്ള അദ്ദേഹത്തിൻ്റെ നിലപാടുകളിൽ കൂടിയാണ് ഇപ്പോൾ സുരേഷ് ഗോപിക്ക് അനുകൂലമായിട്ടുള്ള വലിയൊരു സാഹചര്യം തൃശ്ശൂരിൽ ഉരുത്തിരിഞ്ഞു വന്നിട്ടുള്ളത്. അത് അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മികവ് കൊണ്ടും അതുപോലെ തന്നെ പാർട്ടി പ്രവർത്തകരുടെ ഉറച്ച പിന്തുണ കൊണ്ടും ഉണ്ടായിട്ടുള്ള ഒരു സാഹചര്യമാണ്. ഇതിനകത്ത് വളരെ പ്രധാനമായിട്ട് ഇപ്പം സോഷ്യൽ മീഡിയയിലെ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഉണ്ടായിട്ടുള്ള ഒരു ചർച്ചയുടെ ഭാഗമായിട്ട് ഈ പ്രതാപൻ MP ഡൽഹിയിൽ ഒരു വാർത്താ സമ്മേളനത്തിനകത്ത് പറഞ്ഞ് സുരേഷ് ഗോപിയെക്കുറിച്ച് ചോദിച്ച സമയത്ത് പറഞ്ഞൊരു വാക്കുകളുണ്ട്. അദ്ദേഹം ഒരു നല്ല നടനാണ്, ആ നടനെ കേരളത്തിന് നഷ്ടപ്പെട്ടുകൂടാ, നടനായി തന്നെ നിൽക്കട്ടെ, എൻ്റെ അടുത്ത സുഹൃത്താണെന്നൊക്കെ പറഞ്ഞിട്ട് അതായത് ഒന്ന് പരിഹസിച്ചുകൊണ്ട് തകർക്കാമെന്ന തരത്തിലുള്ള ഒരു പ്ലാൻ പ്രധാനന്റെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ട്. അതിനൊക്കെ എങ്ങനെയാണ്? അതിനൊന്നും ഞങ്ങൾ വേണ്ടത്ര ഗൗരവം കാണുന്നില്ല. അതിൽ നിന്ന് ഒരു കാര്യം വളരെ വ്യക്തമാണ്. എന്തായാലും TN പ്രതാപന് സുരേഷ് ഗോപിയുടെ തൃശ്ശൂരിലെ സാന്നിധ്യം വളരെയധികം അലോസരമുണ്ടാക്കുന്നുണ്ട്. അദ്ദേഹം പരാജയം മണക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള പ്രസ്താവനകളൊക്കെ ആയിട്ട് അദ്ദേഹത്തിന് മുന്നോട്ട് വരേണ്ട സാഹചര്യം ഉണ്ടാകുന്നത്. സുരേഷ് ഗോപിയുടെ ഒരു ഘടകമല്ലെങ്കിൽ സുരേഷ് ഗോപിയെ ഫോക്കസ് ചെയ്തുകൊണ്ട് പ്രതാപന് ഇത്തരത്തിലുള്ള നിലപാടുകൾ സ്വീകരിക്കേണ്ട കാര്യമില്ല. സുരേഷ് ഗോപി സിനിമയിൽ നടനാണ്, പക്ഷെ ജീവിതത്തിൽ അദ്ദേഹം ഒരു നടനല്ല, പച്ചയായിട്ടുള്ള മനുഷ്യനാണ്. ജനങ്ങളുടെ പ്രശ്നങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി അവർക്ക് വേണ്ടി നിലകൊള്ളുന്ന നന്മയുള്ള ഒരു മനുഷ്യനാണ് സുരേഷ് ഗോപി. അദ്ദേഹം പൊതുജീവിതത്തിൽ അദ്ദേഹം അഭിനയിക്കാറില്ല. പക്ഷേ പ്രതാപൻ സിനിമയിലില്ല എന്നേ ഉള്ളൂ. അദ്ദേഹം പൊതുജീവിതത്തിൽ അദ്ദേഹം സുരേഷ് ഗോപിയേക്കാൾ നല്ല ഒരു മികച്ച അഭിനേതാവാണ്. അപ്പം അതിൻ്റെ ഭാഗമായിട്ടുള്ള പ്രസ്താവനകളായിട്ട് ഞങ്ങൾ അതിനെ കാണുന്നുള്ളൂ. സുരേഷ് ഗോപി നല്ല തിരക്കുള്ള നടനാണ്, നമുക്കെല്ലാവർക്കും അറിയാം. പക്ഷെ ആ തിരക്കുകൾക്കിടയിൽ നിന്നും ഒരു സമയം കിട്ടിക്കഴിഞ്ഞാൽ ഓടി വന്ന് ജനങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കാൻ അദ്ദേഹം സമയം കണ്ടെത്തുന്നത് നമുക്ക് തന്നെ വിസ്മയമാണ്. അദ്ദേഹം വിശ്രമിക്കാൻ 1 മിനിറ്റ് സമയം എടുക്കാതെ, ഇപ്പോൾ മോദിജിയൊക്കെ നമ്മൾ പറയുന്നത് പോലെ തന്നെയാണ് സുരേഷ് ഗോപി. ഇത്രയും തിരക്കുകൾക്കിടയിലും അദ്ദേഹം വിശ്രമിക്കാൻ വേണ്ടിയിട്ട് ഒരു ദിവസം പോലും അദ്ദേഹം മാറ്റിവെക്കാറില്ല. കിട്ടുന്ന സമയം മുഴുവൻ ഓടി നടന്നിട്ട് അദ്ദേഹം പൊതുപ്രവർത്തനം നടത്തുകയാണ്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പോൾ കഴിഞ്ഞ വേൾഡ് കപ്പ് ഫുട്ബോൾ നടന്നു. അദ്ദേഹത്തിന് വേണമെങ്കിൽ വേൾഡ് കപ്പ് ഫുട്ബോൾ കാണാൻ വേണ്ടി പോവാം.
അതിന് അദ്ദേഹത്തിൻ്റെ കയ്യിൽ പണമുണ്ട്, അദ്ദേഹത്തിന് വേണമെങ്കിൽ സമയം കണ്ടെത്താം. പക്ഷെ അദ്ദേഹം ഒരു ദിവസം പോലും അതിന് പോകാൻ തയ്യാറായില്ല. ആ സമയത്തൊക്കെ അദ്ദേഹം തൃശ്ശൂർ വന്നിട്ട് പൊതുപ്രവർത്തനം നടത്താനുണ്ടായത്. പക്ഷെ തൃശ്ശൂരിൻ്റെ MP 1.5 മാസക്കാലം വേൾഡ് കപ്പ് കാണാൻ ഖത്തറിലായിരുന്നു. അതാണ് പ്രതാപനും സുരേഷ് ഗോപിയും തമ്മിലുള്ള വ്യത്യാസം. സുരേഷ് ഗോപിക്ക് അത്രയ്ക്ക് സൗകര്യങ്ങൾ ഉണ്ടായിട്ടും സുരേഷ് ഗോപി ആ സൗകര്യങ്ങളൊന്നും വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അദ്ദേഹം ഉപയോഗിക്കാറില്ല. അതൊക്കെ പൊതുസമൂഹത്തിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം ഉപയോഗിക്കുന്നത്. ജനങ്ങളുടെ അറിവിലേക്ക് ചോദിക്കുകയാണ്, ഒരു മാസത്തിൽ എത്ര ദിവസം സുരേഷ് ഗോപി ഈ മണ്ഡലത്തിൽ നിന്ന്? സുരേഷ് ഗോപി ഒരാഴ്ചയിൽ കൂടുതൽ എന്ത് തന്നെയല്ല, എന്തൊക്കെ തിരക്കുകളുണ്ടെങ്കിലും അദ്ദേഹം സമയം കണ്ടെത്തിയിട്ട് ഒരു മാസത്തിൽ ഒരാഴ്ചയിൽ കൂടുതൽ അദ്ദേഹം ഉണ്ടാവാറുണ്ട്. അതായത് നിലവിലെ MP ഇവിടെ മാസങ്ങളോളം ഇല്ലാതിരുന്ന സാഹചര്യം ഉണ്ടായിട്ടും ഒരു മാസത്തിൽ ഒരാഴ്ചയെങ്കിലും സുരേഷ് ഗോപി MP അല്ലാഞ്ഞിട്ടും ഈ ജനങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവിടെ ഉണ്ടായിരുന്നു. അതാണ് ഞാൻ പറഞ്ഞത്. അതിൻ്റെ ഒരു ഉദാഹരണമാണ് ഞാൻ പറഞ്ഞത്. 1.5 മാസക്കാലം ഖത്തറിൽ വേൾഡ് കപ്പ് ഫുട്ബോൾ നടന്നപ്പോൾ തൃശ്ശൂരിൻ്റെ MP 1.5 മാസക്കാലം ഖത്തറിലായിരുന്നു. പക്ഷെ സുരേഷ് ഗോപി ഒരു ദിവസം പോലും വേൾഡ് കപ്പ് ഫുട്ബോൾ കാണാൻ എവിടേക്കും പോയില്ല. അദ്ദേഹം കിട്ടിയ സമയം മുഴുവൻ തൃശ്ശൂരിലായിരുന്നു. ഇനി പ്രതാപനെ സംബന്ധിച്ചിടത്തോളം പ്രതാപന് തൃശ്ശൂർ ലോക്സഭാ മണ്ഡലം മാത്രം നോക്കിയാൽ മതി. അതിനുപോലും അദ്ദേഹത്തിന് സമയം കിട്ടുന്നില്ല. പക്ഷെ നേരെ കുറച്ച് സുരേഷ് ഗോപി നോക്കൂ. സുരേഷ് ഗോപി തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിലോ തൃശ്ശൂർ ജില്ലയിലോ മാത്രമല്ല, സുരേഷ് ഗോപി കേരളം മുഴുവൻ ഓടി നടക്കുകയാണ്. ഇപ്പോൾ ഈ തൃശ്ശൂരിൽ വരുന്ന പോലെ തന്നെ അദ്ദേഹം എല്ലാ ജില്ലകളിലും ചെല്ലുന്നുണ്ട്. അദ്ദേഹം ഇടപെടാത്ത ഏതെങ്കിലും ഒരു വിഷയമുണ്ടോ? ഈ നാട്ടിൽ എന്ത് വിഷയം എവിടെ ഉണ്ടാകുമ്പോഴും അവിടെ ആദ്യം ഓടിയെത്തുന്ന മറ്റൊരു രാഷ്ട്രീയ നേതാക്കന്മാരെക്കാൾ കൂടുതൽ സമയം കണ്ടെത്തി അവിടെ ഓടിയെത്തുന്ന ആളാണ് സുരേഷ് ഗോപി. ഇനി കേരളത്തിനകത്ത് മാത്രമല്ല, കേരളത്തിന് പുറത്തും ഇന്ത്യക്ക് പുറത്തും ഇത്തരത്തിലുള്ള സാമൂഹിക വിഷയങ്ങളിലൊക്കെ ഇടപെടുന്ന ഒരാളാണ് സുരേഷ് ഗോപി. അപ്പം നമുക്ക് കമ്പയർ ചെയ്യാൻ തന്നെ സാധ്യമല്ല പ്രതാപനുമായിട്ട്. നമ്മൾ ഇത്തരം വാർത്തകളൊക്കെ സുരേഷ് ഗോപിയുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ ചെയ്യുന്ന സമയത്ത് ഈ മാധ്യമ സ്ഥാപനങ്ങളിലൊക്കെ, പ്രത്യേകിച്ച് നമ്മുടെയൊക്കെ ചാനലിലേക്ക് ഈ താഴെ കാണുന്ന നമ്പറിലൊക്കെ ഒരുപാട് കോഡുകൾ വരും സുരേഷ് ഗോപിൻ്റെ ഒരു സഹായത്തിന് വേണ്ടി. സുരേഷ് ഗോപിനെ ഒന്ന് തൊട്ട് നോക്കാൻ വേണ്ടിയിട്ടൊക്കെ ചില ആൾക്കാർ വിളിക്കാറുണ്ട്. ഒന്ന് തൊട്ട് നോക്കണം, സുരേഷ് ചേട്ടനോട് ഒന്ന് മിണ്ടണം, എനിക്കൊന്നും ജസ്റ്റ് ഒന്ന് കണ്ടാൽ മതി അടുത്ത് നിന്ന് എന്നൊക്കെ പറഞ്ഞ ആളുകൾ വിളിക്കാറുണ്ട്. ജില്ലാ പ്രസിഡന്റ് എന്ന നിലയിൽ താങ്കൾക്കും ഒരുപാട് കോളുകൾ വരാൻ സാധ്യതയുണ്ട്. എങ്ങനെയാണ് ആ ഒരു എക്സ്പീരിയൻസ്? എങ്ങനെ? ധാരാളം ആളുകൾ സുരേഷ് ചേട്ടനെ കാണാനും പരിചയപ്പെടാനും അദ്ദേഹത്തിന് കൂടെ ഒരു ഫോട്ടോ എടുക്കാനും അതുപോലെ തന്നെ ഇതുപോലുള്ള പല സഹായങ്ങൾക്കും വേണ്ടിയിട്ടും നിരവധി ആളുകൾ സമീപിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, ഇപ്പോൾ വരുന്ന എല്ലാ സഹായങ്ങളും ഒരുപോലെ ചെയ്തു കൊടുക്കാൻ ഒരു വ്യക്തിക്ക് സാധ്യമല്ല. ഇവിടെ